കർത്താവിൽ പ്രിയരെ, കഷ്ടാനുഭവ ആഴ്ചയുടെ 30-ാം ദിവസമായ ഇന്ന് നാം ചിന്തിക്കുന്നത് കരുണയുടെ സങ്കേതമായ ക്രിസ്തുവിനെക്കുറിച്ചാണ്. തിരുവചനമെടുത്താൽ പഴയ നിയമകാലം മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നാം തെറ്റുകളിൽ വീണുപോയാൽ പ്രവാചകരിലൂടെയും ദൈവപുരുഷന്മാരിലൂടെയും മുന്നറിയിപ്പുകൾ നൽകി നമ്മെ നേർവഴി നയിക്കാൻ ശ്രമിക്കുന്ന ഒരു സൃഷ്ടാവിനെയാണ്. എന്നാൽ നാം വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുമ്പോഴും കാരുണ്യവാനായ പിതാവിനെ പോലെ ശിക്ഷ നൽകിയാലും കരുണയോടെ നമ്മെ കരുതുന്ന നമ്മുടെ പിതാവിനെയാണ്. 1-ാം പാഠഭാഗമായ മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 7 മുതൽ 20 വരെയുള്ള ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത്, നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുന്ന ദൈവം നമ്മുടെ പാപങ്ങളെ കടലിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയുന്ന ദൈവത്തെയാണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, മനുഷ്യൻ തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങിയാൽ നമ്മുടെ കാരുണ്യവാനായ ദൈവം ആ തെറ്റിനെ മറന്ന് നാം ഓരോരുത്തരെയും തിരുസന്നിധിയിൽ ചേർത്ത് നിർത്തും എന്നാണ്. എന്നാൽ മനുഷ്യരായ നാം നമ്മുടെ പിതാവിൽ നിന്ന് ലഭിച്ച കരുണ സഹജീവികളോട് കാണിക്കാൻ മറന്നു പോകുന്നില്ലേ? മുൻവിധികളോടെ പരസ്പര ബഹുമാനമോ സ്നേഹമോ തോന്നാതെ ദൈവത്തിന് വിരുദ്ധമായി ചിലപ്പോഴെങ്കിലും നാം പെരുമാറുന്നില്ലേ? ഈ നോമ്പുകാലത്ത് നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്താം. പുതിയ നിയമകാലത്തേക്ക് നോക്കുമ്പോൾ കാരുണ്യവാനായ ആ പിതാവ് തൻ്റെ കരുണയുടെ എക്സ്റ്റൻഷൻ എന്നോണം തൻ്റെ ഏകജാതനായ പുത്രനെ പാപികളായ നാം ഓരോരുത്തരുടെയും വിമോചനത്തിനും രൂപാന്തരത്തിനുമായി ഈ ലോകത്തേക്ക് അയച്ചു. ആ പുത്രനാകട്ടെ ഉന്നതങ്ങളിൽ നിന്നുമുള്ള കരുണ സ്വീകരിക്കുന്നവരായി മാത്രമല്ല, മറിച്ച് ആ കരുണ മറ്റുള്ളവരോടും പ്രകടിപ്പിക്കുന്നവരായി ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മിൽ കൊണ്ടുവരാനായി ശ്രമിച്ചത്. പ്രശസ്ത എഴുത്തുകാരിയായ ജോർജ് എലിയറ്റ് പറഞ്ഞത് എത്ര അർത്ഥവത്താണ്. നമ്മുടെ പ്രവൃത്തികൾ നാം നിർണയിക്കുന്നത് പോലെ നമ്മുടെ പ്രവൃത്തികൾ നമ്മെയും നിർണയിക്കുന്നു. ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ പ്രവൃത്തികൾ ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെടുവാൻ തക്കതാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്നാണ്. അതായത്, കർത്താവിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ കരുണ ലഭിക്കണമെങ്കിൽ വി ഓൾസോ ഹാവ് ടു ബി മേഴ്സിഫുൾ. വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗമായ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിൽ 38 വർഷക്കാലത്തോളം രോഗബാധിതനായി ബത്സേദ കുളക്കടവിൽ കിടന്ന മനുഷ്യനെ മുൻവിധികളില്ലാതെ കഴിഞ്ഞ ജീവിതകാലങ്ങളെക്കുറിച്ചോ ചെയ്ത പാപങ്ങളെക്കുറിച്ചോ ചോദ്യം ചെയ്യാതെ കുറ്റപ്പെടുത്താതെ ആ മനുഷ്യനോട് കരുണ തോന്നി സൗഖ്യമാക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ കരുണ നമ്മിലൂടെ പ്രകടമാകുവാൻ നമ്മിൽ വരുത്തേണ്ട മാറ്റം അല്ലെങ്കിൽ രൂപാന്തരം എന്തെന്നാൽ, നമ്മുടെ മുൻപിൽ നിൽക്കുന്നവരോട് മുൻവിധികൾ കൂടാതെ കരുണയോടെ പെരുമാറാൻ ശ്രമിക്കാം. 2-ാം പാഠഭാഗമായ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ വായിക്കുന്നത്, സുന്ദരം ദേവാലയത്തിൻ്റെ വാതിൽക്കൽ അമ്മയുടെ ഗർഭം മുതലേ ഉടന്തനായിരുന്ന ഭിക്ഷയാചിക്കുന്ന മനുഷ്യനോട് കരുണ തോന്നിയ പത്രോസിനെയും യോഹന്നാനെയും കുറിച്ചാണ്. ഉന്നതങ്ങളിൽ നിന്നും തങ്ങൾ രുചിച്ചറിഞ്ഞ കരുണ മറ്റുള്ളവരിലേക്ക് പകരുന്ന ഈ പത്രോസിനെയും യോഹന്നാനെയും പോലെയാവണം ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും. കേവലം ദൈവവിശ്വാസികൾ എന്നതിൽ നിന്ന് ഒരു രൂപാന്തരം പ്രാപിച്ച് ആ ദൈവത്തെ നമ്മുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്താൻ തക്കവണ്ണം ആവണം നാം ഓരോരുത്തരും. ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളെക്കുറിച്ചും കരുണയില്ലായ്മയെക്കുറിച്ചും സംസാരിക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ളവരോട്, സഹപ്രവർത്തകരോട്, സഹവാസികളോട് ക്ഷമിക്കാനും പഴയ തെറ്റുകൾ മറന്ന് അവരെ സ്നേഹത്തോടെ സ്വീകരിക്കാനും നാം തയ്യാറാണോ? ലിയോ 14-ാമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഉപേക്ഷിക്കുന്നതാകട്ടെ നമ്മുടെ നോമ്പ്. നമ്മുടെ വാക്കുകളിൽ കരുണയും സ്നേഹവും നിറയട്ടെ. പ്രിയരെ, നമ്മിലൂടെ നമ്മുടെ കാരുണ്യവാനായ കർത്താവിനെ ഈ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഒരു രൂപാന്തരം ഈ നോമ്പുകാലത്ത് നമ്മിലുണ്ടാകട്ടെ. അപ്രകാരം ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ലോകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. നന്ദി.